ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നും ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിംഗ് റെസിപ്പിയാണ്. നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കോ ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അതുപോലെ ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ട് ചെയ്യണേ. അതുമല്ലെങ്കിൽ ഒരു ലൈക്കെങ്കിലും തന്ന് സപ്പോർട്ട് തരണേ. അപ്പോൾ നമുക്ക് പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യണം. അതിനായിട്ട് 1/4 കപ്പോളം പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് നിറയെ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു 3-4 ടേബിൾ സ്പൂൺ. സൈഡ് വശത്ത് നിന്നൊക്കെ പഞ്ചസാര ഇതുപോലെ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് പിന്നെ നമ്മൾ അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൂടെ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നല്ല തിളച്ച ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്നും ഇങ്ങനെ ഇളക്കി വരുമ്പോൾ തന്നെ ഒന്ന് കട്ട പിടിച്ച പോലെ തോന്നും, കുഴപ്പമില്ല കേട്ടോ. അതൊന്ന് മെൽട്ടായിക്കോളൂ. അതൊന്നും കൂടെ ഒന്ന് വെള്ളവും ആ പഞ്ചസാരയൊക്കെ കയറുമ്പോൾ കണ്ടോ ഇതുപോലെ ഒന്ന് മെൽട്ടായി വന്നോളൂ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. പിന്നെ കൂടുതൽ വെക്കണം എന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇതുപോലെ ഒരു കേക്ക് ടീനിലാണ് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മളെ സാധാരണ ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ, അതോ അതിലല്ലെങ്കിൽ കുഴിയുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം ഉണ്ടല്ലോ, അതിലായാലും ഇത് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി പഞ്ചസാര കാരമലായത് ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്, ഞാനിപ്പോൾ കേക്ക് ടിന്നിലേക്ക് അങ്ങ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. പെട്ടെന്ന് തന്നെ അതിങ്ങനെ ചുറ്റിച്ചെടുക്കുകയും ചെയ്യണം കേട്ടോ. അതെന്താന്ന് പറഞ്ഞാൽ കാരമലായ പഞ്ചസാര ചിലപ്പോൾ സെൻറ്ററിലോട്ടൊക്കെ ഒട്ടി അവിടെ അങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഷേപ്പിൽ കിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ടായിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതൊരു 4-5 ബ്രെഡ് പീസസ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബ്രൗൺ പാർട്ട് ഞാൻ കളയുന്നുണ്ട്, സൈഡ് വശത്തുള്ള. അത് കളയണം നിർബന്ധമൊന്നുമില്ല, അങ്ങനെ തന്നെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ ഇത് കട്ട് ചെയ്തെടുക്കട്ടെ. ഇതിപ്പോൾ മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് പീസസിൻ്റെ കൂടെ തന്നെ ഒരു 5 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1/4 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പാൽപ്പൊടി 1/4 കപ്പ് നിറയെ എടുക്കണേ, അപ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാല് 1/2 കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മുട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ട് പാലിൻ്റെ അളവും കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം കേട്ടോ. ചിലത് നല്ല വലിപ്പമുള്ള മുട്ടയാണെങ്കിൽ പാലൊരു 1/4 കപ്പ് മതിയാവും കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇതാ നോക്കിയേ, ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുത്ത ബ്രെഡ് മിക്സ് ഈ കാരമൽ ഇതിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കണേ. അപ്പോൾ എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ ആ അരിപ്പയിലങ്ങ് നിന്നോളും. പിന്നെ അതുപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ ആ ബാറ്റർ കിട്ടുകയും ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇത് അരിച്ചപ്പോൾ കണ്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അരിച്ചെടുക്കാൻ. ഇനി ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റീം ചെയ്യുന്നതിന് മുൻപായിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തേ ഉള്ളൂ. ഇത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. സാധാരണ ഒരു ലിഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഫോർക്കോ കത്തിയോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴേ തന്നെ സ്റ്റീമറിൽ വെള്ളം തിളക്കാൻ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു 10-15 മിനിറ്റേ ആവണ്ടു കേട്ടോ. മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ തുറന്നു നോക്കി, നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ആയോ എന്ന് നോക്കാൻ വേണ്ടി ഞാനൊന്ന് കൊള്ളി വെച്ചൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ കൊള്ളിയിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അത് കുക്കായി നടത്തും കേട്ടോ. ഇനി അതിൻ്റെ സൈഡ് വശത്ത് ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് ഒന്ന് വിടുവിച്ചതിന് ശേഷം ഏതിലാണോ നിങ്ങൾ സെർവ് ചെയ്യുന്നത് അതിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ അത് അതിൽ നിന്ന് ഇങ്ങ് വിട്ട് പോന്നോളും കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ആയി വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് വരുന്നത് കേട്ടോ. എളുപ്പമല്ലേ, കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ വേണ്ടത്, നമുക്ക് എളുപ്പം തന്നെ തയ്യാറാക്കി എടുത്തൂടെ. ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ നോക്കിയേ, നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് കുട്ടികൾക്കൊക്കെ എളുപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഏറെ ഇഷ്ടപ്പെടും, നമ്മൾക്കും എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. പിന്നെ ആ കാരമൽ സിറപ്പിനോട് കൂട്ടി വേണം ഇത് കഴിക്കാൻ കേട്ടോ. നമ്മൾ പിന്നെ ഗുലാബ് ജാമുനൊക്കെ കഴിക്കുന്നില്ല, ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോകുന്നവർക്ക് ഒരു എളുപ്പമാർഗ്ഗവും കൂടിയാട്ടോ ഇത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. നമ്മുടെ ആ ഗുലാബ് ജാമുൻ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോലെ തോന്നി. ഞാൻ പിന്നെ ആ സിറപ്പ് ഉണ്ടല്ലോ, അത് ആ സൈഡ് വശത്തോട് കൂടിയിട്ട് ഈ പ്ലേറ്റിലും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സിറപ്പും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ഈസി ആയിരുന്നില്ല ഈ പുഡിങ്. കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടു. എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ബ്രെഡും പാലും മുട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാകുന്നല്ലേ. അപ്പോൾ നിങ്ങളിതൊന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വേണ്ടു. സാധാരണ നമ്മളെ പുഡിങ്ങൊക്കെ 1 അവർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചൊക്കെ കഴിക്കണ്ടേ. ഇതൊന്നുമില്ല, സ്റ്റീം ചെയ്യുക, ഉടനെ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അത്രയും ടേസ്റ്റ് ആയിരുന്നു, വെറുതെ പറയല. ഒരു തവണയെങ്കിലും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തന്നെ. അതുപോലെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിടണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.